അപ്പോൾ സിലബസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി സിലബസർ എന്നുള്ള ആപ്ലിക്കേഷൻ കണ്ടില്ലേ. അപ്പോൾ ഇതൊരു ജാവ ആപ്ലിക്കേഷനാണ്. ഇത് ലിനക്സിൽ പെർമിഷൻ കൊടുത്താൽ റൺ ആവുള്ളൂ. നിങ്ങളങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ റൺ ആവും. ഇങ്ങനെ റൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതിലിപ്പോൾ അഞ്ചാമത്തെ ഒരു ടോപ്പിക് ഇല്ല. അപ്പോൾ അഞ്ചാമത്തെ ഒരു ഫോൾഡർ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ തൽക്കാലം 4 എന്നുള്ള ഫോൾഡർ എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 4 എന്നുള്ളതിൻ്റെ ഫോൾഡർ വരും. അത് തൊട്ട് മുമ്പിലായിട്ട് അതിൻ്റെ സൂപ്പർ ഫോൾഡർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ഫോൾഡർ എന്ന് കൊടുത്തിട്ട് മാനുവലി തന്നെ 05 തെർമൽ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ടോപ്പിക്ക്, സബ്ജക്റ്റ്, സിലബസ് തെർമൽ എന്നുണ്ടാക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ എല്ലാം പോയി, ഈശ്വര. അപ്പോൾ വന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഇല്ല എന്ന് കാണിക്കും. കുഴപ്പമില്ല. നമ്മളെന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സിലബസ് ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ളത് ജനറേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനി ആ ഫയൽ തുറക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ സിലബസ് PDF എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിനാണ് കോപ്പി ചെയ്യുക. കോപ്പി ആൻഡ് പേസ്റ്റ് ഹിയർ ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെവ്വേറെ ലൈൻസിലേക്ക് ആക്കുക. അപ്പോൾ അതിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ വെച്ചിട്ട് പൊതുവെ അതൊരു ന്യൂ ലൈനായിരിക്കും, പുതിയ ടോപ്പിക്കായിരിക്കും. പിന്നെ ഈ ഹൈഫൺ വെച്ചിട്ടും ഒരു പുതിയ ടോപ്പിക്കായിരിക്കും. അപ്പോൾ നമ്മൾ കൺട്രോൾ വെച്ചിട്ട് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ റീപ്ലേസ് ഒരു സ്ലാഷ് കൊടുക്കുക, ഒരു ന്യൂ ലൈൻ കൊടുക്കുക അവിടെ. അപ്പോൾ ഈ ഹാഷ് കണ്ടുകൊടുത്തേക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ അടിയിലേക്ക് പോകും. അപ്പോൾ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് അസംപ്ഷൻ, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, സ്പെഷ്യൽ ഡയഗ്നോസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് എയർ, അത് ഒറ്റ വാക്കാണ് ഇവിടെ. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കാർനോട്ട് സൈക്കിൾ, കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഡികംപ്രഷൻ എല്ലാത്തിനും വേണം. അപ്പോൾ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, സ്പെഷ്യൽ ഡയഗ്നോസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് കഴിഞ്ഞിട്ട് സ്പ്ലിറ്റ് ആക്കാൻ. കാർനോട്ട്, ഓട്ടോ, ഡീസൽ, ഡ്യുവൽ കംപ്രഷൻ. സെപ്പറേറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ലെങ്ത്തിന് നീളം കൂടി വരും. ടോപ്പിക്കിൻ്റെ വേണമെങ്കിൽ ഒരേ കാറ്റഗറിയിൽ പെടുത്താനായിട്ട് വേണമെങ്കിൽ ഇതിനെ ഒരുമിച്ച് കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ ഒരുമിച്ച് ഇടുന്നോട്ടെ. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്യൂവൽസ് അത് വേറെ ടോപ്പിക്ക്. സോൾട്ട്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. ഇനി റിക്വയർമെൻറ്റ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ, കലോറിഫിക് വാല്യൂ, കമ്പഷൻ ഓഫ് ഫ്യൂവൽ, പെർഫോമൻസ് ഓഫ് ഐസി എൻജിൻസ്, ടെസ്റ്റിങ്, ടോട്ടൽ ഫ്യൂൽ കൺസംപ്ഷൻ ആൻഡ് മോഴ്സ്. അത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഫുള്ള് കാണിക്കുന്നില്ല. അങ്ങനെ ഇവിടെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പോയിട്ട് ജനറേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് ആവും. കണ്ടില്ലേ, അടിയിലേക്കുള്ളത് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാറുണ്ട്, വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഒരു കൺട്രോളേഴ്സ് എഡിറ്റ് ചെയ്യുന്ന കൺട്രോളേഴ്സ് മതി. ഇത്രയാണ് ചെയ്യാനുള്ളത്.